കാൻവാർ യാത്ര പോകുന്ന വഴിയിലുള്ള ഹോട്ടലുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമെന്ന് സുപ്രീം കോടതി. അതേസമയം ഹോട്ടലുകൾക്ക് QR കോഡ് നിർബന്ധമാക്കിയ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്നും കോടതി. സമാനമായ പ്രശ്നങ്ങൾ പരിഗണിക്കവേ QR കോഡ് നിർബന്ധമാക്കിയ സർക്കാർ നടപടി പരിശോധിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഉത്തരാഖണ്ഡിൽ നിന്നും ആരംഭിച്ച് ഉത്തർപ്രദേശിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ഈ കൻവാർ തീർത്ഥാടകർ കടന്നു പോകുന്നത്. ഈ തീർത്ഥാടന യാത്ര കടന്നു വരുന്ന വഴികളിലൊക്കെ തന്നെ അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ മത്സ്യമാംസങ്ങൾ ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്നു. മാത്രമല്ല അതിനുപയോഗിക്കുന്ന എണ്ണയും മറ്റും ഇത്തരം വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ കലർത്തി ഈ തീർത്ഥാടകർക്ക് നൽകുന്നു എന്നുള്ളത് വലിയ വ്യാപകമായ പരാതിയായിരുന്നു. അതേ തുടർന്ന് പല മേഖലകളിലും സംഘർഷങ്ങളും മറ്റും ഉടലെടുത്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഉത്തരാഖണ്ഡിൻ്റെയും അതേപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെയും സർക്കാർ എല്ലാ ഹോട്ടലുകൾക്ക് മുമ്പിലും QR കോഡ് നിർബന്ധമാക്കി ഉത്തരവിറക്കിയത്. ഇതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പ്രധാന ഹർജി നിൽക്കുന്നു. എന്നാൽ ഈ ഹോട്ടലുകൾക്ക് രജിസ്ട്രേഷനും അതേപോലെ തന്നെ മറ്റ് അനുബന്ധ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമാക്കിയ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഇടക്കാല ഹർജി ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിലാണ് സുപ്രീം കോടതി രജിസ്ട്രേഷനും ലൈസൻസും നിർബന്ധമാണ് എന്നുള്ളത് ഇപ്പോൾ ഉത്തരവായി പറഞ്ഞിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജി നിൽക്കുന്നത്, അതായത് QR കോഡ് നിർബന്ധമാക്കിയ ഹർജി നിൽക്കുന്നതിൽ ഇടപെടാൻ കഴിയുന്നില്ല, താൽക്കാലികമായി ഇടപെടുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയുണ്ടായി. വിനോദ്, തീർച്ചയായും കാൻവാർ യാത്ര പോകുന്ന വഴിയിലുള്ള ഹോട്ടലുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.